ഹലോ, കേൾക്കാവോ? കേൾക്കാം. സോ ഹായ് എവരി വൺ. സോ ഇന്ന് നമ്മുടെ ആദ്യത്തെ സെക്ഷനാണ് ബൂട്ട് ക്യാമ്പിന്റെ യൂണിറ്റി ബൂട്ട് ക്യാമ്പിന്റെ ദിസ് യൂണിറ്റി ബൂട്ട് ക്യാമ്പ് പ്രസന്റ് ബൈ ന്യൂലാൻ ആൻഡ് എക്സോറ സ്റ്റുഡിയോസ്. So this boot camp is designed especially for beginners. So don't worry if you are completely new to Unity. So let's introduce our mentor Ujjwal. Ujjwal will be guiding us through the Unity Bootcamp, starting from the basic and help us understand how game are built step by step. So feel free to ask questions and interact with him. So let's give a warm welcome to Ujjwal. Ujjwal bro. ഹലോ, audible ആണോ? Audible. ഓക്കെ. സോ ഹലോ എവരി വൺ, എൻ്റെ പേര് ഉജ്വൽ, എക്സോറ സ്റ്റുഡിയോസിൻ്റെ CEO ആൻഡ് ഫൗണ്ടറാണ്. സോ നമ്മൾ 4 days ആയിട്ടൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൂട്ട് ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് മുന്നേ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. സോ നിങ്ങൾ ഇപ്പം റീസെൻ്റ്ലി കളിക്കുന്ന അല്ലെങ്കിൽ കളിച്ചിട്ടുള്ള ഗെയിംസിന്റെ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിംസിന്റെ നെയിം ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടും. ഓക്കെ നൈസ്. സോ ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദം ആർ ഗെയിം enthusiasts. ദാറ്റ്സ് ഗുഡ്. സോ ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് ചോദിച്ചത് എന്താ വെച്ചാൽ, ഇതിൽ എത്ര പേര് അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഗെയിം ഡെവലപ്മെന്റിലോട്ട് കിടക്കാനുണ്ടായിരുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഗെയിം ഡെവലപ്മെന്റിനെ പറ്റി പറയാം. യൂണിറ്റി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇന്ന് ബൂട്ട് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ AR/VR എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിലിപ്പം ഗെയിം ഡെവലപ്മെന്റ് ആണെങ്കിൽ തന്നെ അതിൽ കുറെ ടൈപ്സ് ഉണ്ട്. 2D ഗെയിംസ് ഉണ്ട്, 3D ഗെയിംസ് ഉണ്ട്, പിന്നെ AR/VR ഗെയിംസ് ഉണ്ട്. ഈ ഗെയിം ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്ന മേജർ പ്ലാറ്റ്ഫോംസിൽ ഒന്ന് യൂണിറ്റി ആണ്, പിന്നെ ഉള്ളതാണ് അൺറിയൽ എൻജിൻ. ആൻഡ് ഈ മേജർ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുമ്പോൾ യൂണിറ്റി വേഴ്സസ് അൺറിയൽ എൻജിൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂണിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗോഡോട്ട് ഉണ്ട്. ബട്ട് ഇന്ന് നമ്മൾ ജസ്റ്റ് യൂണിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് യൂണിറ്റി ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അൺറിയൽ എൻജിൻ. എന്ന് വെച്ചാൽ അൺറിയൽ എൻജിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പവർഫുൾ ആണ്. അതായത് അതിൽ ഒരു പവർഫുൾ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അൺറിയൽ എൻജിൻ റൺ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. സോ നമ്മളത് മെയിൻലി ഗ്രാഫിക്സ് ഒക്കെ അൾട്രാ ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് ഗെയിം ഉണ്ടാക്കാനാണെങ്കിലാണ് മെയിൻലി അൺറിയൽ എൻജിൻ യൂസ് ചെയ്യുന്നത്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്. ആൻഡ് മൊബൈൽ ഗെയിംസ് അല്ലെങ്കിൽ 2D 3D പ്രോട്ടോടൈപ്പിങ്ങിനൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്ന യൂണിറ്റി ആണ്. ഓൾസോ AR/VR ചെയ്യാൻ വേണ്ടിയിട്ട് എക്സലന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് യൂണിറ്റി. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞാൽ C# ആണ്. ആൻഡ് അൺറിയൽ എൻജിൻ ആണെങ്കിൽ നമ്മൾ C++ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലൂ പ്രിന്റ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ട്. വിഷ്വൽ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റി പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ. വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് ഇതിൽ ഈ ബൂട്ട് ക്യാമ്പിൽ ഉണ്ടാവില്ല. വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോ കോഡ് സ്ക്രിപ്റ്റിംഗ് ടൈപ്പ് ആണ്. സോ നമ്മൾ C# ബേസിക്സിൽ പോകും, വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് തൊട്ട് അധികം പോകത്തില്ല. ആൻഡ് യൂണിറ്റിയുടെ യൂസ് കേസസ് നോക്കാം.
നമുക്കിപ്പം 3D 2D 3D ഗെയിംസ് ആക്കാൻ പറ്റും ഫോർ PC മൊബൈൽ പിന്നെ കൺസോൾസ്. അതുപോലെ AR VR ചെയ്യാൻ പറ്റും. പിന്നെ വിഷ്വലൈസേഷൻ, അതായത് ഇന്റീരിയർ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മെയിൻലി നമ്മളത് യൂസ് ചെയ്യുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെയാണ്. എസ്പെഷ്യലി ഫോർ VR വെച്ചിട്ട് ഇപ്പം അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡിജിറ്റൽ ട്വിൻസ് ആൻഡ് ഇന്ററാക്റ്റീവ് ട്രെയിനിങ് സിസ്റ്റം. ഇപ്പോൾ മെയിൻലി VR എമേർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ. അതായത് VR തന്നെ ട്രെയിനിങ് സിമുലേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം മെയിൻലി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. പിന്നെ അതുപോലെ ആനിമേഷൻസ് ആൻഡ് പ്രീ വിഷ്വലൈസേഷൻസ്. ഇപ്പം യൂണിറ്റിയിലാണെങ്കിൽ കുറച്ചുകൂടി അത്ര റിയലിസ്റ്റിക് അല്ല, ബട്ട് ഒരു ആനിമേറ്റഡ് മൂവി ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യൂണിറ്റി യൂസ് ചെയ്യാം. ആൻഡ് ഈ പറഞ്ഞ കാര്യം കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ സിനിമാറ്റിക് ആനിമേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് അൺറിയൽ എഞ്ചിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ 3D ടൂൾ സോഫ്റ്റ്വെയർസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് മായ, ബ്ലെൻഡർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ UI UX പ്രോട്ടോടൈപ്സ് ആൻഡ് പ്രോഡക്റ്റ് ഡെമോ, അതായത് ഇതിൽ തന്നെ നമുക്ക് UI സിസ്റ്റംസും ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ടോക്കിംഗ് അബൌട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഡെവലപ്മെന്റ് പഠിച്ചാൽ തന്നെ ഒരു വാസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ തന്നെ ഇവിടെ കാണുന്ന പോലെ AR VR ഡെവലപ്പറായിട്ട് ഇപ്പോൾ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അതിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗെയിം ഡെവലപ്പർ അല്ലെങ്കിൽ യൂണിറ്റി പ്രോഗ്രാമർ, പിന്നെ അതേപോലെ തന്നെ അതിന്റെ ആർട്ടിസ്റ്റിക് സൈഡും ഉണ്ട്. ആർട്ടിസ്റ്റിക് സൈഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ അതിൽ പ്രോഗ്രാമിംഗ് സൈഡ് ഫോക്കസ് ചെയ്യില്ല, കൂടുതലും ഒരു ക്രിയേറ്റീവ് ഡിസൈൻ, 3D ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരുപാട് സോഫ്റ്റ്വെയറിലോട്ട് പോകത്തില്ല, പക്ഷെ സോഫ്റ്റ്വെയറിന്റെ ഒരു ഇൻട്രോ ചെയ്യാം. സോ നിങ്ങളാരും സോഫ്റ്റ്വെയർ ആക്കിയിട്ടുണ്ടാവില്ല. ലാപ്ടോപ്പ് ഉണ്ടോ കയ്യിൽ? ജസ്റ്റ് ഒന്ന് കമന്റ് ഇടോ, ചാറ്റിലിടോ. ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് പോവാം. ഇന്ന് ജസ്റ്റ് എന്നെ ഫോളോ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആക്കി വെക്കുക. നാളത്തേക്കാണ് നമ്മൾ മെയിൻലി ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാപ്ടോപ്പ് ഒരു 4GB റാം ഒക്കെ ആണെങ്കിൽ റൺ ആവും, പക്ഷെ അത് ലാഗ് ഉണ്ടാവും. ബട്ട് മെയിൻലി ഒരു അത്യാവശ്യം ഒരു 6GB റാം ഒക്കെ ഉള്ള ലാപ്പ് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പിന്നെ ഗ്രാഫിക്സ് കാർഡ് കൂടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ആഡ് ഓൺ. ഓക്കെ, സോ നിങ്ങൾ ബ്രൗസർ എടുക്കുക, ജസ്റ്റ് യൂണിറ്റി ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഗെയിമിംഗ് അല്ലെങ്കിൽ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. നോർമൽ ലാപ്ടോപ്പ് ആണെങ്കിൽ റണ്ണൊക്കെ ആവും, ബട്ട് ചെറിയ ലാഗ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ യൂണിറ്റി 6 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡൗൺലോഡ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യാം കേട്ടോ. ഇവിടെ ഡൗൺലോഡ് യൂണിറ്റി 6 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇടണേ. സോ നിങ്ങൾ ഇവിടെ ഡൗൺലോഡ് യൂണിറ്റി 6 ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ഉണ്ടാവും. ജസ്റ്റ് ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹബ് ഡൗൺലോഡ് ആയി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ ഇതുവരെ? യൂണിറ്റി ഓപ്പൺ സോഴ്സ് അല്ല. ഓക്കെ, സോ ഹബ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. സോ ഇവിടെ ഹലോ കൊടുക്കുക, അഗ്രി ആൻഡ് ഇൻസ്റ്റാൾ.
എൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്യുന്നത് യൂണിറ്റിയുടെ ഹബ്ബാണ്. യൂണിറ്റി ഹബ്ബ് എന്ന് ഇതിനെ പറയാം. യൂണിറ്റി ഹബ്ബ് എന്ന് വെച്ചാൽ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് യൂണിറ്റി ഹബ്ബ്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയോ? ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ്. സോറി, കാണുന്നില്ല അല്ലേ? ഓക്കെ, വേർഷൻ ഏതായാലും കുഴപ്പമൊന്നുമില്ല. 2021 ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഉണ്ടാവുക. നിങ്ങളുടെ ഇവിടെ പ്രൊജക്ട്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും. സോ ഇവിടെയാണ് നമ്മൾ പ്രൊജക്ട് ആഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം മൊഡ്യൂൾസ് ആഡ് ആയിട്ടില്ല. മൊഡ്യൂൾസ് ആഡ് ആവാതെ നമ്മൾക്ക് പ്രൊജക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇൻസ്റ്റാൾസിൽ ഇതാണ് മൊഡ്യൂൾസ്, ഇതാണ് ഓരോ വേർഷൻസ് ആണിത്. യൂണിറ്റി എഡിറ്റർ എന്ന് പറയും. സോ നമ്മൾക്ക് ഇൻസ്റ്റാൾ എഡിറ്റർ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. റെക്കോർഡിംഗ് ആണ്. സെഷൻ റെക്കോർഡ് ചെയ്ത സെഷന്റെ ലാസ്റ്റ് ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. സോ ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഇൻസ്റ്റാളിന്റെ വേർഷൻസ് കാണാം. സോ 2022 ഉണ്ട്, 2023 ഉണ്ടാവും, 6 ഉണ്ടാവും, 6.3 ഉണ്ടാവും. സോ ഇതിൽ നമ്മൾ LTS എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ 6.3 ആണ്. LTS എന്ന് പറഞ്ഞാൽ ലോങ് ടേം സപ്പോർട്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് അവരുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടുന്ന ഒരു വേർഷനാണ്. സോ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇൻ കേസ് നമ്മളൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യണം, സോ അത് ക്രാഷ് വരാനുള്ള ചാൻസ് കുറവാണ് ഈ LTS ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ. സോ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും, വിൻഡോസ്, പിന്നെ ഇവിടെ കുറെ OS. ഇത് ഏത് OSന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാണ് നമ്മളിത് ടിക്ക് ചെയ്യുന്നത്. സോ നിങ്ങളുടെ കേസിൽ ഇപ്പം ഇത് അൺചെക്ക് ചെയ്തേക്ക്, ആൻഡ്രോയിഡ് അൺചെക്ക് ചെയ്തേക്ക്. പിന്നെ വിഷ്വൽ സ്റ്റുഡിയോ VS കോഡ് ഉള്ളവരാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണ്ട, അത് അൺചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ ഇത് ഓരോ പ്ലാറ്റ്ഫോംസ് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ VR വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ആൻഡ്രോയിഡ് ബിൽഡ് സപ്പോർട്ട് ടിക്ക് ചെയ്യണം. കാരണം VR നമ്മൾ APK ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസിനാണെങ്കിലും ആൻഡ്രോയിഡ് വേണം. എന്താ പറയുന്നത്? ജസ്റ്റ് റീട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഗൂഗിൾ സൈൻ ഇൻ ചെയ്യേണ്ടി വരും കേട്ടോ. യൂണിറ്റി ഹബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിൾ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. ഗൂഗിൾ സൈൻ ഇൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ആൻഡ്രോയിഡ് എന്നുള്ള അൺചെക്ക് ചെയ്തേക്ക്, VS കോഡും അൺചെക്ക് ചെയ്തേക്ക് ഇൻ കേസ് VS കോഡ് ഉണ്ടെങ്കിൽ. ലൈസൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. സോ ഇവിടെ സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്, പ്രിഫറൻസസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് ലെഫ്റ്റിൽ അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ലൈസൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അത് നിങ്ങൾ ഗൂഗിൾ സൈൻ ഇൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈസൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗെറ്റ് എ യൂണിറ്റി സ്റ്റുഡന്റ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ലൈസൻസ് കിട്ടും.
ലൈസൻസ് ബെനഫിറ്റ് അല്ല, ലൈസൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇപ്പം ഫ്രീ ലൈസൻസ് മതി. ഇത് യൂണിറ്റി കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ട് അതൊരു ഇൻ കേസ് ഇറ്റ് ഗോസ് വൈറൽ, നമ്മൾക്ക് എന്താ പറയാ, ഒരു അബൌട്ട് ഒരു 10 million സംതിങ് ആണെന്ന് തോന്നുന്നു അവരുടെ ഒരു പ്ലാൻ ഉണ്ട്. ഇൻ കേസ് അതിൽ കൂടുതൽ ഡൗൺലോഡ്സ് പോവുകയാണെങ്കിൽ യൂണിറ്റി നമ്മൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ യൂണിറ്റി യൂസ് ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ പോലെയാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ഫ്രീ ലൈസൻസ് യൂസ് ചെയ്യാം. ലൈസൻസ് ഇല്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അറൌണ്ട് 6 GB ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നാളെ എനിക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടുഡേ ഐ വിൽ ജസ്റ്റ് ഗീവ് ദിസ് ഇൻട്രോ. ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ യൂണിറ്റി ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് യൂണിറ്റിയുടെ സൈറ്റ് കിട്ടും. ഓക്കെ, ഇങ്ങനെയൊരു സൈറ്റ് ഉണ്ട് unity.com. അവിടെ ഡൗൺലോഡ് യൂണിറ്റി 6. പിന്നെ അത് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ യൂണിറ്റി ഹബിൽ പോയിട്ട് ഇവിടെ ഇൻസ്റ്റാൾസ്, ലെഫ്റ്റ് സൈഡിൽ ഇൻസ്റ്റാൾസ് എന്ന ടാബ് ഉണ്ടാവും. അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ എടുത്ത് ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം LTS ഏതാ വേണ്ടത്. യൂണിറ്റി ഫ്രീ ലൈസൻസ് ഒന്നേ ഉള്ളൂ. ഫ്രീ അത് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ലൈസൻസ് ആണ്. ആക്ച്വലി ഡിഫറൻസ് ഒന്നുമില്ല. ഈ ലൈസൻസിന്റെ കാര്യം നിങ്ങൾ ആലോചിക്കണ്ട. അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വാലിഡേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ വേറെ അതിനെ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് പബ്ലിഷ് ആക്കുന്ന സമയത്ത് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഫ്രീ ലൈസൻസ് വെച്ച് കിട്ടും. പിന്നെ ഇത് ഒരു മിനിമം 4 GB ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വർക്ക് ആവും. 6 GB ഒക്കെ ആണെങ്കിൽ സ്മൂത്ത് ആയിട്ട് വർക്ക് ആവും. പിന്നെ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ നല്ലത്. ലോ എൻഡ് ആണെങ്കിൽ വർക്ക് ആവും, ബട്ട് ഭയങ്കര ലാഗ് ആയിരിക്കും. ഓക്കെ, ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മോസ്റ്റ് പ്രൊബാബ്ലി അത് വർക്ക് ആവും. ചെറിയ ലാഗ് ഉണ്ടാവുന്നല്ലോ. അതും നമ്മളിപ്പം ഒരു എന്തെങ്കിലും ബിൽഡ് ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും എൻവയൺമെന്റ് ഒക്കെ ആണെങ്കിലേ അത് ലാഗ് വരുള്ളൂ, ഈവൻ ഇഫ് സ്ലോ. യാ 2D ആണ്, ഓക്കെ ആണ്. പിന്നെ 3D ആണെങ്കിൽ ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് കുറഞ്ഞിട്ട് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. നമുക്ക് അതിൽ തന്നെ സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തായാലും ഇത് ഇൻസ്റ്റാൾ ആയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം നിങ്ങളുടെ സിസ്റ്റത്തിൽ വർക്ക് ആവുന്നുണ്ടെന്ന്. സോ ഗ്രാഫിക്സ് ഒരു മിനിമം ഗ്രാഫിക്സ് എങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇത് വർക്ക് ആവും. സോ അത് ഓർത്ത് വറി ചെയ്യണ്ട. 2D ബേസ്ഡ് അല്ല, നമ്മൾ 3D തന്നെ ചെയ്യാൻ പോകുന്നത്. മെയിൻലി നമ്മൾ യൂണിറ്റി സോഫ്റ്റ്വെയർ അറിഞ്ഞാൽ തന്നെ യു ക്യാൻ ഡു 3D പഠിപ്പിക്കുകയാണെങ്കിൽ പോലും 2D നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ വർക്ക് ഫ്ലോ എന്താന്ന് വെച്ചാൽ, നമ്മൾ നാളെ വി വിൽ ബി ലുക്കിംഗ് അറ്റ് ബിൽഡിംഗ് എൻവയൺമെന്റ്സ്. ഒരു ബേസിക് 3D എൻവയൺമെന്റ് ഒക്കെ എങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കും. പിന്നെ തേർഡ് ഡേ വി വിൽ ബി ലുക്കിംഗ് അറ്റ് ആനിമേഷൻസ്. അതായത് യൂണിറ്റിയിൽ തന്നെ ആനിമേഷൻസ് എങ്ങനെ ആഡ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത് നോക്കും.
ആൻഡ് ലാസ്റ്റ് ഡേ നമ്മൾ C#ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമിങ്ങിന്റെ കുറച്ച് കോൺസെപ്റ്റ്സ് നോക്കും. നമ്മൾ ഒരുപാട് ഇൻഡെപ്ത് പോകത്തില്ല, ബട്ട് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കും. ആൻഡ് അത് വെച്ച് നമ്മൾക്ക് എങ്ങനെ ഒരു നോർമൽ 3D എൻവയോൺമെന്റിൽ ഒരു അതെങ്ങനെ ഗെയിം ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൽ നോക്കുന്നത്. സോ ലാസ്റ്റ് ഡേയും കൂടി ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു ചെറിയൊരു സ്മോൾ ഗെയിം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിട്ടുണ്ടാവും. സോ അത് വെച്ച് നിങ്ങളൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ടാവും. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ ചാറ്റിലിടാം. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. സെക്ഷൻ കഴിഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് യൂണിറ്റിയുടെ ഇന്റർഫേസ് എങ്ങനെയാണെന്ന് വെച്ച് കാണിച്ചു തരാം. സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ എഡിറ്റർ കൂടി ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഇന്റർഫേസ് ഉണ്ടാവുന്നത്. സോ നിങ്ങൾ ഹബിൽ എഡിറ്റർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അതിന്റെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ പ്രൊജക്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ന്യൂ പ്രൊജക്റ്റ് നെയിം എന്തെങ്കിലും കൊടുത്തിട്ട് ജസ്റ്റ് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസ് കിട്ടും. സോ ഇവിടെയാണ് നമ്മളെല്ലാം ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഈ ഇന്റർഫേസ് എന്താണെന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ ഈ ഒരു ഇന്റർഫേസിൽ ഒരുപാട് നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ കുറച്ച് ഹെപ്റ്റിക് ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് സിമ്പിൾ. സോ ലെഫ്റ്റ് സൈഡിൽ ഹെറാർക്കി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഓരോ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം തന്നെ കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട്. ഇതിൽ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു ക്യാമറ ഉണ്ട്. നമ്മൾ ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്ട്സ് ഈ സീൻ എന്ന് പറഞ്ഞ ഇവിടെ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ക്യാമറ ഉണ്ട്. ഇതൊരു എൻവയോൺമെന്റ് ആണ് ആക്ച്വലി. ഇവിടെയാണ് നമ്മളെല്ലാം ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ബിൽഡ് ചെയ്തതിന്റെ ഔട്ട്പുട്ട് കാണാനാണ് ഇവിടെ ഗെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ടോപ്പിൽ. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ സീൻ മാറിയിട്ട് ഗെയിം ആവും. സോ സീനിൽ നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഈ ഗെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ ടാബിൽ വിൻഡോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, പിന്നെ റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്ത് ഒബ്ജക്ട്സ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനൊക്കെ ഓരോരോ സെറ്റിങ്സ് ഉണ്ടാവും. സോ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും, നമുക്കത് ട്വീക്ക് ചെയ്തുകൊണ്ടിരിക്കാം. സോ നമ്മളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് മാറ്റം വരുത്തുവാണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി നല്ല ഔട്ട്പുട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ടാബുള്ള. പിന്നെ താഴെ അസെറ്റ്സ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഈ അസെറ്റ്സ് എന്ന് പറഞ്ഞ ടാബിലാണ് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഒബ്ജക്ട്സ് നമുക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ മോഡൽസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഒരു ഗെയിം എൻവയോൺമെന്റിന് കളർ കൊടുക്കാനും ഇതിൽ നിന്നാണ് നമ്മൾ മെറ്റീരിയൽസ് വന്നിട്ട് ആഡ് ചെയ്യുന്നത്. സോ ഇതാണ് ജസ്റ്റ് ഇതിന്റെ ഇന്റർഫേസ്. നമ്മൾ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് നാളെ പോകും. സോ ചെയ്ത പ്രോജക്ട് സാമ്പിൾ കാണിച്ചു.
ഓക്കെ, ഞാൻ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും. നമ്മുടെ യൂണിറ്റി ഫസ്റ്റ് ലോഞ്ചിങ് കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, 6.3 LTSൽ കാണിച്ചു തരാം. ഇവിടെ ഇൻസ്റ്റൻസിൽ VS കോഡ് ഉണ്ടെങ്കിൽ VS കോഡ് അൺചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ചെക്ക് ചെയ്ത് നിന്നോട്ടെ. പിന്നെ ആൻഡ്രോയിഡ് വേണമെന്നില്ല. സോ ജസ്റ്റ് ഈ വിൻഡോസ് ബിൽഡ് സപ്പോർട്ട് ഇവിടെ ഉണ്ടായാൽ മതി. ഡോക്യുമെന്റേഷനും നിർബന്ധമൊന്നുമില്ല. ആക്ച്വലി ചെക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാകുന്ന വിൻഡോസ് ആൻഡ് ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് അൺചെക്ക് ചെയ്യാം. VS കോഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അൺചെക്ക് ചെയ്യാം ആൻഡ് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ഇതുവരെ എത്തിയില്ല എല്ലാവരും? ചിലവരുടെ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് വരും, പുതിയ വേർഷൻ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡോക്കൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് അതിൽ ലൈസൻസിൽ ഗെറ്റ് ഫ്രീ പ്ലാൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ എന്താ പറയുക, സൈൻ ഇൻ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ ഗൂഗിൾ വെച്ചിട്ട്. ഡൗൺലോഡ്സിൽ ആൻഡ്രോയിഡ് ബിൽഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് അൺചെക്ക് ചെയ്തേക്ക്. പിന്നെ മുകളിൽ VS കോഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് വെച്ചോ, ഇല്ലെങ്കിൽ അൺചെക്ക് ചെയ്താൽ മതി. വേറെ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. നോർമൽ VS കോഡ് തന്നെയാണ് ഇതിൽ വരുന്നത്. അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണല്ലോ, VS കോഡ് 2022 വരുന്നത്.
കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ എന്തായാലും അത് ഓപ്പൺ ചെയ്ത് വെക്കേണ്ടി വരും കുറച്ച് സമയം. ഇന്റർനെറ്റ് സ്പീഡ് പോലെ ഇരിക്കും. അറൗണ്ട് ഹാഫ് ആൻ അവർ ഒക്കെ എടുക്കുമായിരിക്കും. നിങ്ങളത് നാളത്തേക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. നാളെ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അത് കുഴപ്പമില്ല, അത് ടൈം എടുക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇൻസ്റ്റാൾ ആയി വരും. നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്ടിരിക്കണം കേട്ടോ. ഫുൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റം ക്ലോസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്താൽ പിന്നെ അത് ക്രാഷ് ആവും. ഇല്ല കുഴപ്പമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇറർ കാണിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഇൻസ്റ്റാളേഷൻ. റിട്രൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അങ്ങനെയാണെങ്കിൽ റിട്രൈ കൊടുത്താൽ മതി. ചാൻസ് കുറവാണ്. സോ ഇൻ കേസ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. വാലിഡേഷൻ ഫെയിൽഡ് എന്ന് വരുന്നത് എന്താ വെച്ചാൽ നിങ്ങളത് ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. സ്റ്റുഡന്റ് ലൈസൻസ്. ഫ്രീ സ്റ്റുഡന്റ് പ്ലാൻ അല്ലേ എടുത്ത്? ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി.
ഓക്കെ, നിങ്ങൾക്ക് ഇനിയും ഇൻസ്റ്റാളേഷനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. സോ നിങ്ങളുടെ ഈ സെഷൻ ഇപ്പോൾ എൻഡ് ചെയ്യാം, 45 ആകുമ്പോൾ എൻഡ് ചെയ്യാം. സോ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ലൈസൻസിന്റെ ഇഷ്യൂ വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ വെക്കുക. ഡൗൺലോഡ് ഫിനിഷ് ആയാലോ നിങ്ങൾക്ക് അവിടെ മാനേജ് ലൈസൻസ് എன்ற ഓപ്ഷൻ വരും. ഓൾറെഡി ഇൻ കേസ് ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ, സോ അവിടെ പോയിട്ട് ജസ്റ്റ് ഗെറ്റ് എ ഫ്രീ ലൈസൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റുഡൻറ് ലൈസൻസ് കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ലൈസൻസ് എടുത്തിട്ട് അവിടെ തേർഡ് ഗെറ്റ് ഫ്രീ പേഴ്സണൽ ലൈസൻസ് ക്ലിക്ക് ചെയ്ത് നോക്കും, അത് കിട്ടും. ഇൻ കേസ് the other one doesn't work. You can choose the new get a free personal license ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സർട്ടിഫിക്കേഷൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല, ന്യൂ ലേണിന്റെ ഭാഗത്തു നിന്നാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. സോ ലാസ്റ്റ് them and confirm it. സ്റ്റുഡൻറ് ലൈസൻസ് ആൻഡ് പേഴ്സണൽ ലൈസൻസിൽ ഡിഫറൻസ് ഇല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ. സോ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ്. പക്ഷേ ഇൻ കേസ് ദാറ്റ് ഡസൻറ്റ് വർക്ക്, നിങ്ങൾ പേഴ്സണൽ ലൈസൻസ് ട്രൈ ചെയ്ത് നോക്കാം.
എനിക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ നാളെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻലി. സോ ഇന്ന് ജസ്റ്റ് ഇതിന്റെ ഒരു ഔട്ട്രോ പറഞ്ഞേ ഉള്ളൂ. ഓൾറെഡി ചെയ്ത പ്രോജക്ട്സ് ഞാൻ നാളെ കാണിക്കാം. ആക്ച്വലി സിസ്റ്റത്തിന് ചെറിയൊരു ഇഷ്യൂ വന്നത് സ്ക്രീൻ ഷെയർ ചെയ്യായിരുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അബൌട്ട് ഇൻസ്റ്റാളേഷൻ ആൻഡ് തിങ്സ്? അൺറിയൽ സെഷൻ വേണമെങ്കിൽ നമുക്ക് പിന്നൊരു സെപ്പറേറ്റ് സെഷൻ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ നാളെ നമ്മൾ 3D മോഡലിംഗ്, എൻവയോൺമെന്റ് ബിൽഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഡേ 3 ആനിമേഷൻ എങ്ങനെ ചെയ്യാന്ന് പഠിക്കും. ആൻഡ് പിന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ലൈറ്റിംഗ് കാര്യങ്ങൾ ഇൻ കേസ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി നോക്കാം. ആൻഡ് ഡേ 4 വി വിൽ ബി ലുക്കിംഗ് അറ്റ് C# ആണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. 1 hour എത്രത്തോളം പോകുന്ന വെച്ചാൽ അത്രയും നോക്കാം. ഓക്കെ, കോഡിങ് അറിയണമെന്നില്ല, കോഡിങ് അറിയാത്തവർക്കും പഠിക്കാം. കോഡിങ്ങിന്റെ ഒരു സ്ട്രക്ചർ മാത്രമേ പറയുന്നുള്ളൂ. സോ C# ആ ഒരു നമ്മൾ എങ്ങനെയാണ് അതിൽ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും നമുക്ക് പറയാം. പിന്നെ AI വെച്ച് എങ്ങനെ ലെവറേജ് ചെയ്യാന്നുള്ള കാര്യം കൂടി ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഇപ്പം AI നമ്മളെ മേർജ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. സോ മോസ്റ്റ് ഓഫ് ദം യൂസ് ദ ഹെൽപ്പ് ഓഫ് AI. സോ ഐ വിൽ ബി സേയിങ് അബൌട്ട്. പക്ഷേ നമ്മൾ AI ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ബട്ട് നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ഹെൽപ്പ് യൂസ് ചെയ്യാന്നുള്ളത് പറ്റും. എനിക്ക് മനസ്സിലായില്ല. സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണോ? കോഡ് ഫോക്കസ്ഡ് ആണോ വെച്ചാൽ didn't get that. ഓക്കെ. നമ്മൾ മെയിൻലി സോഫ്റ്റ്വെയർ ആണ് ഫോക്കസ് ചെയ്യുന്നത്. കോഡ് ഉണ്ടാവും, ബട്ട് ഇറ്റ് വിൽ ബി ജസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. കാരണം ഇതിൽ സോഫ്റ്റ്വെയർ ടോട്ടലി നമ്മൾ അറിഞ്ഞാലേ കാര്യമുള്ളൂ. ജസ്റ്റ് കോഡ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം വെബ് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ കോഡ് ഓറിയന്റഡ് ആയിരിക്കും. ബട്ട് ഇതിൽ എന്ന് വെച്ചാൽ കോഡ് ഈസ് ജസ്റ്റ് പ്രോഗ്രാമിംഗ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് സംതിങ് ബിഗർ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ലിങ്കിങ് പ്രൊഫൈൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഓൾസോ ഐ വിൽ ബി ഷെയറിങ് എ വീഡിയോ. ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ റെഫർ ചെയ്യാം. ആൻഡ് ജസ്റ്റ് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ അവിടെ ന്യൂ പ്രൊജക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഇന്റർഫേസ് കിട്ടുമോ നോക്കും. ഇൻ കേസ് അത് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒന്നുകൂടി നോക്കിയിട്ട് എന്തെങ്കിലും എറർ പറ്റിയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ വർക്കിംഗ് ആണ്. ഞാൻ ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സോറ എൻ്റെ സ്റ്റാർട്ടപ്പാണ്. ഞാൻ VR ഡെവലപ്പർ ആയിരുന്നു. പിന്നെ യൂണിറ്റി ട്രെയിനറാണ്. എക്സോറ ഗെയിമിംഗ് ഫോക്കസ്ഡ് അല്ല, ടോട്ടലി ഗെയിമിംഗ് ഫോക്കസ്ഡ് അല്ല. ജസ്റ്റ് നമ്മൾ കൂടുതലും VR ആണ് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ട് കുറച്ച് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ബിടെക് ആണ് ഇത്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സാണ് ഇത്. ഞാൻ ബിടെക് പഠിച്ചിട്ടല്ല കേട്ടോ, ഗെയിം ഡെവലപ്മെന്റ് ഫീൽഡൊക്കെ പഠിച്ച് ഇതൊക്കെ ഞാൻ
മെയിൻലി സെൽഫ് സ്റ്റഡി ചെയ്തതാണ്. പിന്നെ 1-2 ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഇതും കൂടി സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച് വന്നതാണ്. മോഡൽസ് ക്രിയേഷൻ എന്താ ഉദ്ദേശിച്ചേ? മനസ്സിലായില്ല. 3D മോഡലിംഗ് ആണോ? നമ്മള് യൂണിറ്റിയിൽ 3D മോഡലിംഗ്, അതായത് 3D എൻവയൺമെന്റ് ബിൽഡിംഗ് ആണ്. മോഡലിംഗ് എന്ന് പറയാനില്ല. സോ 3D മോഡൽസ് വെച്ച് എങ്ങനെ ഒരു എൻവയൺമെന്റ് ബിൽഡ് ചെയ്യാന്നുള്ള കാര്യം നോക്കും. നമ്മൾ 3D മോഡലിംഗിലോട്ട് അധികം പോകത്തില്ല. സോ അതിന് മെയിൻലി നമ്മൾ യൂണിറ്റി ഇതൊരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ UI UX ഫിഗ്മ അല്ലെങ്കിൽ അതുപോലെ തന്നെ UI UX കൺസെപ്റ്റ്സ് യൂസ് ചെയ്യും. പിന്നെ മോഡലിംഗ് ആണെങ്കിൽ മായ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടാണെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്യും. ഇന്റേൺഷിപ്സിനെ പറ്റി യു ഹാവ് ടു സെർച്ച് ലിങ്ക്ഡിൻ അല്ലെങ്കിൽ അതുപോലത്തെ സൈറ്റ്സിൽ പോയിട്ട് യു ഹാവ് ടു ഡു സം റിസർച്ച്, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല, ഞാൻ അത്ര വലിയ ഗെയിമിംഗ് കമ്പനീസ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് വാണ്ടഡ് ടു ബിൽഡ് സംതിങ് മൈ ഓൺ. സോ ഞാൻ അതുകൊണ്ട് അധികം വർക്ക് ചെയ്യാൻ നിൽക്കാതെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പം മെയിൻലി എക്സോറയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ ഇപ്പം സ്കോപ്പ് വന്നുകൊണ്ടിരിക്കുക. ഗെയിം ഡെവ് എന്നല്ല, ഗെയിം ഡെവലപ്പേഴ്സ് ഉണ്ട്, ബട്ട് മെയിൻലി ഇറ്റ് ഈസ് യൂണിറ്റി ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ജോബ് ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ ഗെയിം ഡെവലപ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് കുറച്ചുകൂടി നിങ്ങൾ യൂണിറ്റി നോക്കുവാണെങ്കിൽ ടോട്ടലി യൂണിറ്റി നോക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് കിട്ടും. എനിക്ക് ഗെയിമിംഗ് മാത്രമാണ് അല്ലെങ്കിൽ ഗെയിം ഡെവലപ്മെന്റ് മാത്രമാണ് ഫോക്കസ് എങ്കിൽ അത് നോക്കിയാലും ഇപ്പം ഇന്ത്യയിൽ തന്നെ അത് ഗെയിമിംഗ് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗെയിമിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ലിങ്ക്ഡിനിൽ പോയിട്ട് ഗെയിം ഡെവലപ്മെന്റ് ജോബ്സ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എൻ്റെ മാർക്കറ്റ് ഉണ്ടെന്ന്. വേറെ ലോട്ട് ഓഫ് കമ്പനീസ്, ബാംഗ്ലൂരിലൊക്കെ തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. or you can message me. Okay, so make sure you install that software. So നമുക്ക് നാളെ മുതൽ അതിൻ്റെ ഹാൻഡ്സ് ഓൺ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഗൈസ്.